ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഡെങ്കുവിനെ പറ്റി ഒരു ചെറിയൊരു ബോധവൽക്കരണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം മഴക്കാലമൊക്കെയാണ്. ഈ മഴക്കാലത്ത് ഒരുപാട് കൊതുകുകളൊക്കെ പെറ്റുപെരുകുന്ന ഒരു സമയമാണ്. അതായത് കുളം, അതുപോലെ പുഴ, പിന്നെ നമ്മൾ തന്നെ ഉപയോഗിച്ചിടുന്ന നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പേനയുടെ ടാപ്പുകൾ, ചിരട്ട, ഐസ്ക്രീം ബോള്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മുറ്റത്ത് മരച്ചുവട്ടിലൊക്കെ കിടക്കുമ്പോൾ അതിൽ വെള്ളം മഴ പെയ്ത് മാറുന്ന വെള്ളമോ മറ്റോ കെട്ടിക്കിടന്ന് അതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള ഇത് കൂടുതലാണ് സാഹചര്യം. അത് ഒഴിവാക്കുന്നതിന് വെച്ചാൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. രാവിലെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് നോക്കുമ്പോഴത്തേക്ക് അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പാത്രങ്ങൾ കാണുവാണെങ്കിൽ അതൊന്ന് കമത്തി വെക്കുക. അങ്ങനെ ആ വെള്ളം കളഞ്ഞിടുക. ചെടിച്ചട്ടികളിൽ മറ്റും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുക, ആ വെള്ളം ചരിച്ച് കളയുക. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകി ആ കൊതുകുകൾ നമ്മളെ തന്നെ ആക്രമിക്കാനുള്ള ഒരു അവസ്ഥയാണ്. ആക്രമിക്കുക മാത്രമല്ല, നമുക്ക് ഡെങ്കു പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ മഴക്കാലത്ത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈച്ചയും അതുപോലെ തന്നെ കോളറ, വയറിളക്കം ഇതൊക്കെ പകർത്തുന്നതാണ്. അതായത് ഈച്ച ഈ അഴുക്കിലൊക്കെ വന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനത്തിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലൂടെ ഒത്തിരി അസുഖങ്ങളും ഉണ്ടാകും. അപ്പം നമ്മൾ ഈ മഴക്കാലത്ത് ഇത് ഏറെ ശ്രദ്ധിക്കണം. നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് കിടക്കാൻ ശ്രദ്ധിക്കണം. കുട്ടികൾക്കോ മുതിർന്ന ആൾക്കാർക്കോ ഒക്കെ ആണെങ്കിൽ ഫുൾ കൈയുടെ ഡ്രസ്സുകളോ അങ്ങനെ ഇറക്കമുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. രാത്രിയാകുമ്പോൾ നമ്മൾ കൊതുക് കടിച്ചാൽ നമ്മുടെ ഉറക്കം കൊണ്ട് നമ്മൾ അറിയത്ത പോലുമില്ല. അപ്പം അങ്ങനെ കൊതുക് കടി കുറയ്ക്കാന്ന് വെച്ചാൽ കൊതുക് കടിക്കും, പക്ഷെ എന്നാലും ആ കൊതുക് കടി കൊള്ളാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കുന്തിരിക്കം പോലുള്ള സാധനങ്ങൾ രാത്രി സമയത്ത് ഒന്ന് പുകയ്ക്കുന്നത് നല്ലതാണ്. പുകച്ചിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ട് കിടക്കുക. അപ്പോൾ ആ കൊതുക് വരുന്നത് കുറച്ച് കുറയും. ജനലുകളും വാതിലുകളും ഒക്കെ നേരത്തെ തന്നെ നമ്മൾ അടയ്ക്കണം. കൊതുകിനെ അകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചെറിയതായിട്ട് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് പറയാമെന്ന് വിചാരിച്ചു.